എന്തായാലും ഏറെ മനോഹരമായിരിക്കുന്നു ഇത് ഈ സന്തോഷം നമുക്ക് പറയാൻ വാക്കുകളില്ലാത്ത സന്തോഷമാണ്. കാരണം ഞങ്ങളെ ഈ നറുക്കെടുപ്പിലൂടെ, കോടതി വിധിയുടെ ഭാഗമായി നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തതാണ്. ആ തെരഞ്ഞെടുത്ത സമയത്ത് ഞങ്ങൾക്ക് തന്നെ തോന്നി ഇത് സാധിക്കുമോ എന്നുള്ള തോന്നിയപ്പോൾ ഇന്ന് കളക്ടർ പ്രഖ്യാപിച്ചിരിക്കുക, അവിടെ മുടക്ക് പ്രഖ്യാപിച്ചിരിക്കുക, മുഴുവൻ കുട്ടികൾക്കും ഇത് കാണാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയിരിക്കുക. അത് മാത്രമല്ല, മഴ മാറി നിൽക്കുക. ഇത് ഭഗവാൻ ഇവിടെ ഉണ്ട് എന്നും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെന്നുള്ളതും അതിന് ഒരു സാക്ഷ്യം വഹിക്കുക ഇന്ന് തൃശ്ശൂര്. തീർച്ചയായും 60-ൽ പരം കൊമ്പന്മാർ മഴയൊഴിഞ്ഞു നിൽക്കുന്നു. കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് അവധിയായതിനാൽ ധാരാളം പേർക്ക് കാണാൻ എത്താൻ കഴിഞ്ഞു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ ആനയൂട്ട് നടക്കുന്നുണ്ടെങ്കിലും ഈ തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്ര മതിൽക്കെട്ടിനകത്തുള്ള ആനയൂട്ടിന്റെ ആ ചന്തം അത് കണ്ടറിഞ്ഞവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഓരോ വർഷവും ആനയൂട്ടിന് ആളുകൾ കൂടുതലായി എത്തിച്ചേരുന്നത്. നേരത്തെ വിജയ് യേശുദാസ് പറഞ്ഞു, ആദ്യമായാണ് ആനയൂട്ട് കാണുന്നത്. നേരത്തെ കളക്ടർ നമ്മളോട് അത് തന്നെയാണ് പങ്കുവച്ചത്. അദ്ദേഹം ഇടുക്കി സ്വദേശിയാണ്. അദ്ദേഹം ആനയൂട്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് ആനയൂട്ട് കാണുന്നത്. എന്ത് ഒരു മനോഹരമായ സംഭവമാണ് എന്നാണ് അദ്ദേഹവും പറയുകയുണ്ടായത്. നമുക്ക് കാണാൻ കഴിഞ്ഞവർ ഭാഗ്യവാന്മാർ, കാണാത്തവർ ടി സിയിലൂടെ തത്സമയം കാണുന്നു.